ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ എൻഡിഎ സീറ്റ് വിഭജനം സംബന്ധിച്ച് പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു. തുഷാർ വെള്ളാപ്പള്ളിയും പി.സി. തോമസും മത്സരിക്കണമെന്നാണ് ബിജെപി നിർദ്ദേശം. സംസ്ഥാനത്തെ 20 ലോക്സഭാ സീറ്റുകളിൽ ഘടകകക്ഷികൾക്കായി 3 സീറ്റുകൾ മാറ്റിവെക്കാനാണ് ബിജെപി ഉദ്ദേശിക്കുന്നത്. BDJSന് 2 സീറ്റും പി.സി. തോമസിന്റെ കേരള കോൺഗ്രസിന് 1 സീറ്റുമായിരിക്കും നൽകുക. എന്നാൽ പ്രാഥമിക ചർച്ചയിൽ BDJS ചോദിച്ചത് 6 സീറ്റുകളാണ്. കേരള കോൺഗ്രസ് 4 സീറ്റും ആവശ്യപ്പെട്ടു. പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ, കൊല്ലം, ആറ്റിങ്ങൽ, മലബാർ മേഖലയിലെ 1 സീറ്റ് എന്നിവയാണ് BDJS ചോദിച്ചത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി സീറ്റുകൾക്ക് പുറമെ ചാലക്കുടി അല്ലെങ്കിൽ വയനാട് സീറ്റും കേരള കോൺഗ്രസ് പി.സി. തോമസ് വിഭാഗം ലക്ഷ്യമിടുന്നുണ്ട്. ആലപ്പുഴയിൽ തുഷാർ വെള്ളാപ്പള്ളിയെയും കോട്ടയത്ത് പി.സി. തോമസിനെയും മത്സരിപ്പിക്കാൻ ബിജെപിക്ക് താല്പര്യമുണ്ട്. NDAയിലെ ഭാരതീയ ജനതാ പാർട്ടിയും BDJSും അങ്ങനെ നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട് എന്നോട്. അവിടെ നിന്നുകൂടെ കോട്ടയം നിൽക്കണം എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ പാർട്ടിയിലൊരു തീരുമാനം എടുത്തിട്ടില്ല. അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാനായിട്ട് 12-ാം തീയതി ഞങ്ങൾ കൂടുന്നുണ്ട്. മറ്റു ഘടകകക്ഷികൾക്ക് ലോക്സഭാ സീറ്റ് ഉണ്ടായിരിക്കില്ല. ബോർഡ് കോർപ്പറേഷൻ വീതം വെപ്പിലെ അസംതൃപ്തി ഇപ്പോഴും NDA കേരള ഘടകത്തിനുണ്ട്. ചില കോർപ്പറേഷനുകൾ, ചില ഈ ബോർഡ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ചില സ്ഥാനാർത്ഥികൾക്കോ അല്ലെങ്കിൽ ചില പാർട്ടികൾക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ ധാരണയായതും ധാരണ എത്തിയില്ലെങ്കിൽ പോലും അവർ അർഹതപ്പെട്ടതും ഒക്കെ ആയിട്ടുള്ളത് ചോദിച്ചിട്ടുണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊരു തീരുമാനം എടുക്കണമെന്ന് പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഇതിനിടെ രാജൻ ബാബുവിന്റെ നേതൃത്വത്തിലുള്ള JSS NDA വിടാനുള്ള തയ്യാറെടുപ്പിലാണ്. UDFുമായി സഹകരിക്കാനാണ് പാർട്ടിക്ക് താൽപര്യം. ന്യൂസ് 18 കൊച്ചി.